കോട്ടയം ചാനലിന്റെ വഴികാട്ടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ബി ക്രാഫ്റ്റിന്റെ തേൻ വിശേഷങ്ങളായിട്ട് ആണ് വഴികാട്ടി നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഞാൻ ഉസ്മാൻ മദാരി ഹണി മ്യൂസിയത്തിന്റെ അതേപോലെ തന്നെ വ്യത്യസ്ത തരം തേനുകളുടെ ഒക്കെ സ്റ്റോറി നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നതാണ്. നമസ്കാരം. നമ്മുടെ തേൻ കളക്ട് ചെയ്യുന്ന 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വ്യത്യസ്തമായ ഒരുപാട് തേനുകൾ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കളക്ട് ചെയ്യും. ഒന്ന് സ്പീഷ്യസ് ഓഫ് ബീസ്. ലോകത്തിൽ മൊത്തം 12 തരത്തിലുള്ള തേനീച്ചകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ 5 തരത്തിലുള്ള തേനീച്ചകളാണ് ഇന്ത്യയിൽ കാണുന്നത്. അതേപോലെ തന്നെ ആ 5 തരത്തിലുള്ള തേനീച്ചകളുടെ തേനും ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ ഏരിയ. നമ്മളൊക്കെ കണ്ണന്താനൊക്കെ പരസ്യത്തിൽ പറയുന്നത് ഉയരം കൂടുന്തോറും തേനിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂടും. അതാണ് വയനാട്ടിൽ പോലുള്ള ഹിൽ ഏരിയാസിലൊക്കെ നമുക്ക് തോനെ തേൻ കിട്ടുന്നു, നല്ല ക്വാളിറ്റി ഹണി കിട്ടുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെതർ കണ്ടീഷനാണ്. തേന് നല്ല തണുപ്പുള്ള പ്രദേശത്താണ് നമ്മൾ തേൻ കളക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള തേൻ കിട്ടും. അതേസമയത്ത് നമ്മൾ എപ്പോഴും മഴ പെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് തേൻ കളക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലൂസായിട്ടുള്ള തേനാണ് കിട്ടുക. നാലാമത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബ്ലോസം സീസൺ. ഏത് പൂക്കാലത്താണോ നമ്മൾ തേൻ കളക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് തേനിന്റെ മണം, ഗുണം, രുചി, തിക്നെസ് എല്ലാം മാറും. നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് സിദർഹണിയാണ്. സിദർഹണി ലോകത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹണിയാണ്. ഈ സിദർ ഫാമിലിയിൽ തന്നെ എമൻ സിദറാണ് ലോകത്തിലെ വില കൂടിയ തേനുകളിൽ ഒരു തേൻ. ഇത് ഇന്ത്യൻ സിദറാണ്. ഈ തേൻ എന്താ അത്ര ഫേമസ് ആവുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തേനിലും 80% ഗ്ലൂക്കോസാണ്. അതിൽ 67% മുതൽ 76% വരെ നമ്മുടെ ശരീരത്തിന് വേണ്ട നല്ല ഗ്ലൂക്കോസും ഒരു 5% വരെ സുക്രോസ് എന്ന് പറയുന്ന ഗാഢമേറിയ പഞ്ചസാരയുണ്ട്. നമ്മളൊക്കെ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന വൈറ്റ് ഷുഗറിലൊക്കെ 96% സുക്രോസിന്റെ കണ്ടന്റ്. എന്നാൽ തേനിൽ 5% ഉണ്ടാവും. അത് എത്ര കണ്ട് കുറയുന്നോ അതനുസരിച്ച് എന്ത് ചെയ്യും, തേനിന്റെ ഗുണം കൂടിക്കൂടി വരും. ലോകത്ത് മധുരമുള്ള തേനുകളിൽ ഏറ്റവും കുറവ് സുക്രോസിന്റെ കണ്ടന്റ് വരുന്ന ഒരു തേനാണ് സിദർഹണി എന്ന് പറയുന്നത്. ഇത് 0.5 to 1.25 വരെ സുക്രോസിന്റെ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രമേഹ രോഗികൾക്ക് കൊടുക്കാം, ഗർഭിണികൾക്ക് കൊടുക്കാം, കുഞ്ഞു വാവുകൾക്ക് കൊടുക്കാം, പ്രായമുള്ളവർക്ക് കൊടുക്കാം. അങ്ങനെ ഏത് പ്രായഭേദമന്യും കൊടുക്കാൻ പറ്റും. അതേപോലെ യൂറിൻ ഇൻഫെക്ഷൻ നല്ലതാണ്, സ്റ്റൊമക് കൾസറും ലിവർ സിറോസിസിനാണ്. ഇത് എപ്പിസ് ഡോർസാറ്റ എന്ന് പറഞ്ഞ തേനീച്ചയുടെ തേനാണ്. പെരുന്തേനീച്ച എന്ന് പറയും. നമ്മൾ വലിയ പാറകളുടെ മുകളിലും അതേപോലെ വലിയ മരത്തിന്റെ മുകളിലൊക്കെ ഒരു ആനച്ചെവി പോലത്തെ കൂടുകയാണ്. അത് 100 കിലോ വരെയൊക്കെ തേൻ കിട്ടും. ആ തേനീച്ചയുടെ തേനാണിത്. ഇതിൽ ഡെക്ട്രോസ് എന്ന് പറയുന്ന ഒരു ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ എന്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ തടി കുറയ്ക്കണം, തടി കൂട്ടണം, ഇനി വൈദ്യന്മാരെങ്കിലും എന്തെങ്കിലും മരുന്ന് തന്നു, ആയുർവേദത്തിലെ മരുന്ന് തന്നു, അത് തേൻ്റെ കൂടെ കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ തേൻ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇത് എപ്പിസറാന ഇൻഡിക്ക എന്ന് പറയുന്ന കരിഞ്ഞുരിയൽ എന്ന് പറയുന്ന തേനീച്ചയുടെ തേനാണ്. വയനാട്ടും കാടുകളിൽ സുലഭമായി കിട്ടുന്ന തേൻ ഇതാണ്. ഇത് മൾട്ടി ലെയേർഡ് ബിഹേവ് ആണ്. ഒരുപാട് ചെറിയ അടകൾ കൂടിയ രൂപത്തിലാണ് തേനീച്ചക്കൂട് ഉണ്ടാവുക. 13 കിലോ വരെയൊക്കെ തേൻ കിട്ടും. നല്ല കട്ടിയുള്ള മധുരമുള്ള തേനാണ്. കുട്ടികളുടെ ബ്രെയിൻ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് അതേപോലെ നമുക്ക് എനർജി ബൂസ്റ്ററൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല തേനാണ് വയനാടൻ ഫോറസ്ട്രിയ. പിന്നെ നമ്മളിവിടെ പരിചയപ്പെടുന്നത് മോണോഫ്ലവേർഡ് തന്നെയാണ്. അതത് പൂക്കൾ പൂക്കുന്ന സമയത്ത് കളക്ട് ചെയ്യുന്ന തേനാണ്. അതിൽ നമ്മൾ ആദ്യം തുളസി തേൻ എന്ന് പറയും. കഫ് പ്രോബ്ലത്തിന്, പാട്ട് പാടുന്നവർക്ക്, പ്രസംഗിക്കുന്നവർക്കൊക്കെ നല്ലതാണ്. ഇത് ജാർഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇത് ദാൽ തുളസി എന്ന് പറയുന്ന അല്ലെങ്കിൽ വെറ്റില തുളസി എന്ന് വിളിക്കുന്ന വലിയ തരം ഇലയോട് കൂടിയിട്ടുള്ള നീലപ്പൂവുള്ള തുളസി പൂക്കൾ കളക്ട് ചെയ്യുന്നതാണ്. ഇത് രണ്ടാമത് നമ്മൾ പരിചയപ്പെടുന്ന മസ്റ്റാർഡ് തേൻ, കടുക് തേനാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുലഭമായി കിട്ടുന്ന തേനാണ് കടുക് തേൻ എന്ന് പറയുന്നത്. കടുക് പൂക്കുന്നിടത്ത് കളക്ട് ചെയ്യുന്നതാണ്. ഇത് പ്രായമായിട്ടുള്ള വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അതേപോലെ വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് വളരെ നല്ലത്. അതുപോലെ സ്പോർട്സ് മാമാർക്കൊക്കെ വളരെ നല്ലതാണ് കടുക് തേൻ എന്ന് പറയുന്നത്. അതേപോലെ പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് ലിച്ചിത്തേൻ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മധുരമുള്ള തേനാണ് ലിച്ചിത്തേൻ. അതേപോലെ ഉമു എന്ന് പറയുന്ന മരത്തിന്റെ പൂക്കുന്ന സമയത്ത്, കൊൽഗാമിയ പെനീറ്റ എന്ന് പറയുന്ന സ്പീഷ്യസിലുള്ള മരം പൂക്കുന്ന സമയത്ത് കളക്ട് ചെയ്യുന്നതാണ് കരഞ്ച് തേൻ. ഇത് സ്കിൻ ഡിസീസസിനൊക്കെ വളരെ നല്ല, ഉള്ളിലേക്ക് കഴിക്കുന്നു, പുറത്ത് അപ്ലൈ ചെയ്യും. നമ്മൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ഹണി മാസ്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ ഈ കരഞ്ച് ഹണിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് എപ്പിസ് മെല്ലിഫറ എന്ന് പറയുന്ന സ്പീഷ്യസ് പെടുന്ന തേനീച്ചയുടെ തേനാണ്.
ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ടെട്രാഗുലർ ഇറിഡിപ്പനീസ്. ഇതൊക്കെ എപ്പിസ് എന്ന് പറഞ്ഞ ഫാമിലിയാണ്. ഇത് എപ്പിഡിയ എന്ന് പറയുന്ന ഫാമിലി പെടുന്ന ടെട്രാഗുലർ ഇറിഡിപ്പനീസ് എന്ന് പറയുന്ന തേനീച്ചയുടെ പേരാണ്. ഇതാ നമ്മുടെ വീടിന്റെ ഉള്ളില് തറന്റെ ഉള്ളിലൊക്കെ വളരെ ചെറിയൊരു ഈച്ചനൊക്കെയാണ്, കൊമ്പില്ലാത്ത സ്റ്റിംഗ്ലെസ് ബി എന്ന് വിളിക്കുന്ന തേനീച്ച. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതേൻ. ഇത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് 100 കിലോ കിട്ടും, 13 കിലോ കിട്ടും, 50 കിലോ വരെ കിട്ടും എന്ന് പറയും. ഇതൊരു കൊല്ലം കൊണ്ട് ഒരു സൊസൈറ്റി നമുക്ക് 150 ഗ്രാം മുതൽ 250 ഗ്രാം വരെയാണ് തേനെ കിട്ടുക. അതേപോലെ തന്നെ ഇത് കുട്ടികളുടെ ചെറുനാവിന്റെ പ്രോബ്ലം, ആസ്മ, കണ്ണിൽ മുറിവ്, വെള്ളപ്പാണ്ട്, അപസ്മാരം പോലുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് ചെറുത്. വളരെ റയറാണ്. നമ്മുടെ അടുത്തുള്ള ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഹണി ചെറുതേനാണ്. ഇനി നമുക്ക് അതേപോലെ തന്നെ ഹണി കോമ്പ് പരിചയപ്പെടാം. ഇത് തേനിന്റെ അട തേനിലിട്ട് സൂക്ഷിച്ചതാണ്. ഇത് നമുക്കിങ്ങനെ ചുങ്കം പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, പക്ഷെ ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റില്ല, അതിൽ വാക്സ് കണ്ടന്റ് ഉണ്ട്. നമ്മൾ അതില് വാക്സ് കണ്ടന്റ് മാത്രം ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് അതിന്റെ കൂടെ ഒലിവ് ഓയിലും ടീ ട്രീ ഓയിലും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് ഈ ബി വാക്സ്. ഇത് ചുണ്ട് പൊട്ടുന്നതിന്, കാല് വിളിച്ചിട്ട് ആഫ്റ്റർ ഷവർ ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ കണ്ടന്റ് ടീ ട്രീ ഓയിലുണ്ട്, ഒലിവ് ഓയിലുണ്ട്, അതേപോലെ ബി വാക്സും. അതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിന് ബന്ധമായിട്ടുള്ള എല്ലാ അലർജീസിനും ഒക്കെ വളരെ നല്ലതാണ്. അതേപോലെ നമ്മുടെ അടുത്ത് വെളുത്തുള്ളി തേനിലിട്ടതിന്റെ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഹൃദയത്തിന് ബ്ലോക്ക് ഉള്ളവർക്കൊക്കെ വളരെ ഉത്തമമാണ് വെളുത്തുള്ളി തേനിലിട്ട്. ഇനി നമുക്ക് ഇവിടെ ടേസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. തേൻ ടേസ്റ്റ് ചെയ്ത് നമുക്ക് പ്രോസസ്സിംഗ് പരിചയപ്പെടാം. തേൻ നമ്മൾ കളക്ട് ചെയ്തിട്ട് കൺസ്യൂം ചെയ്യുന്നതിനിടയിൽ 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഒന്ന് തേനിലെ വേസ്റ്റ് കണ്ടൻസ്. തേനിലെ ഏറ്റവും വേസ്റ്റ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മെഴുകാണ്. നമ്മൾ തേൻ്റെ അട നടക്കണം. ആ അട എന്ന് പറയുന്നത് പെണ്ണീച്ചയുടെ ശരീരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന മെഴുകു കൊണ്ടാണ് തേനീച്ചയുടെ കൂടുണ്ടാക്കിയിരിക്കുന്നത്, അഥവാ ബീ ഹൈവ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഹണി കോമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഹണി കോമ്പ് എക്സ്ട്രാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് പിഴിഞ്ഞിട്ടോ ആണ് നമ്മൾ തേനെടുക്കുന്നത്. അപ്പൊ ഈ എടുക്കുന്ന തേനിന്റെ കൂടെ തന്നെ മെഴുകിന്റെ അംശങ്ങളുണ്ടാവും. പിന്നെ ഉണ്ടാവും ഈച്ചയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും, പൊടിപടലുണ്ടാവും, ഉറുമ്പുണ്ടാവും. ഇനി മരത്തിന്റെ പുറത്തുനിന്നൊക്കെ എടുക്കുന്നെങ്കിൽ അതിന്റെ സ്കിന്നൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ എത്ര അടുത്ത തുല്യതകളിലൂടെ കട്ടുരുട്ടി കഴിഞ്ഞാലുണ്ടാവും. ആ തേനിന്റെ കട്ട് കൂടുതൽ കാരണം ഇതൊക്കെ ഈ വേസ്റ്റൊക്കെ തേനുണ്ടാവും. അപ്പൊ നമ്മൾ ഈ തേൻ കളക്ട് ചെയ്തിട്ട് ആദ്യം 100 ദിവസം വായു കിടക്കാൻ തേനിലേക്ക് തേൻ ഒഴിച്ചു. തേനിന് വിസ്കോസിറ്റി കൂടുതലായപ്പോൾ തന്നെ തേൻ താഴെ നിർത്തി വേസ്റ്റ് കണ്ടൻസ് ഒക്കെ പൊന്തി മുകളിലേക്ക് വരും. ഇത് കറുത്ത അലിവ് പോലെയാണ്. ഈ കേരളത്തിലെ ഹണിയൊക്കെ ആണെങ്കിൽ 1 കിലോയിൽ നിന്ന് 300 ഗ്രാം വരെ ഈ വേസ്റ്റ് കണ്ടൻസ് കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 100 ദിവസം കഴിയുമ്പോൾ ഇതിന് മുകളിൽ അടങ്ങി മുടിയിരിക്കുന്ന ഈ വേസ്റ്റ് നമ്മൾ തേൻ ചെത്തുക എന്നൊരു പ്രോസസ്സുണ്ട്. അഥവാ അത് മുറിച്ചൊഴിവാക്കും. അതിനുശേഷമുള്ള തേനാണ് നമ്മൾ മെഷീനിലേക്ക് ഒഴിക്കുന്നത്. ഇത് സ്റ്റെറിലൈസിങ് സംവിധാനമാണ്. ഇതിന്റെ പുറത്തുള്ള ചേമ്പറിൽ ചൂട് വെള്ളമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, 49 ഡിഗ്രി വരെ ചൂടാക്കാനുള്ള സംവിധാനമാണ്. ഇതിന്റെ ഉള്ളിൽ മറ്റൊരു ചേമ്പറാണ്. ആ ചേമ്പറിലേക്കാണ് നമ്മൾ തേനെടുക്കുന്നത്. അവിടെ നമുക്ക് 2 ദിശയിലേക്ക് കറങ്ങുന്ന മോട്ടറുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒരു 40 ഡിഗ്രിയുടെ മുകളിലേക്ക് ചൂടാകുമ്പോഴത്തേന് അതിന്റെ മെഴുകിന്റെ കണ്ടന്റ് ഉരുകിയിട്ട് പകരൂപിലാവും. ഈ 2 ദിശയിലേക്ക് കറങ്ങുന്നതിനെ കൊണ്ട് തന്നെ മുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഈ തേന്റെ വിസ്കോസിറ്റി കുറയുകയും ചെയ്യും. തേന്റെ ഗാഢത പോകും. അപ്പൊ നമ്മൾ അതിനെ ഫിൽട്ടർ ചാമ്പറിലൂടെ കടത്തി വിടും. ഫിൽട്ടർ ചാമ്പറിലൂടെ കടത്തി അപ്പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് ശുദ്ധമായ തേൻ കിട്ടും. അങ്ങനെ നമ്മളുടെ ഒന്നാമത്തെ പ്രോബ്ലം സോൾവ് ആവും. ഈ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് തേനിലെ വെള്ളത്തിന്റെ അംശം. തേനിലെ വെള്ളത്തിന്റെ അംശം 20% വരെയാണെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി നിയമപ്രകാരം സയന്റിഫിക്കലി ഒന്നും പ്രോബ്ലംസ് ഇല്ല. ഈ തേനിന്റെ വെള്ളത്തിന്റെ അംശം 20% മുകളിലുണ്ടെങ്കിൽ തേൻ കള്ളു കുടിക്കുന്നത് ഫെർമെന്റേഷനാണ്. അതിന്റെ ഈസ്റ്റിന്റെ കണ്ടന്റ് പോലെ തേനിൽ ദോഷങ്ങൾ ഇല്ലാതാക്കുന്ന വസ്തുവാണ്. കഫം, പിത്തം, വാദം എന്ന് പറയുന്ന 3 ദോഷങ്ങൾ ഇല്ലാതാക്കുന്ന വസ്തുവാണ് തേൻ. എന്നാൽ കുടിച്ച തേൻ കഴിച്ച ഈ 3 ദോഷങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മളെ കടകളിൽ നിന്ന് തേൻ വാങ്ങുന്ന സമയത്ത് കുട്ടി തൊട്ടൊക്കെ നമുക്ക് ഗ്യാസ് വരികയാണ്, അത് കുളിച്ച തേനാണെന്നാണ്. ഇപ്പൊ തേൻ അങ്ങനെ വെള്ളത്തിന്റെ അംശം 20% മുകളിലുണ്ടെങ്കിൽ നമ്മൾ ഡോസിംഗ് പമ്പ് എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചു. ഇതിന് ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറയും. ഇത് ഉപയോഗിച്ചിട്ട് തേനെ നമ്മൾ മുകളിലേക്ക് കടത്തി വരും. മുകളിലെത്തിയാലും നമ്മൾ പിന്നീട് ഈ ടവറിന് പറയുന്നത് ഒരു സെപ്പറേറ്റിംഗ് ടവറാണ്. ഈ ടവറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ വായുവില്ല, വാക്കമാണ്. അതേപോലെ പുറത്തൂടെ ചൂട് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മുകളിലെത്തിയ തേന് വളരെ നേരത്തെ പുല്ലുകളായിട്ട് താഴേക്ക് ഇരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വായു ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചില്ല, ഒരു പദാർത്ഥത്തിൽ സഞ്ചരിക്കുന്നതിൽ എന്ത് വേണം, ഒരു മീഡിയം വേണം. ഒന്നെങ്കിൽ വായുവോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒരു മീഡിയത്തിലൂടെ മാത്രം ഒരു പദാർത്ഥം സഞ്ചരിക്കുകയുള്ളൂ.
ഇതിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം ഇല്ലാത്തതാണ്. അത് നമുക്ക് തന്മാത്രകൾ ഉപയോഗിച്ചിട്ട് H2O സെപ്പറേറ്റ് ആകും, വെള്ളം സെപ്പറേറ്റ് ആകും. ആ വെള്ളത്തിന് ഇതിന് പുറത്ത് പോലെ ചൂടുവെള്ളത്തിൻ്റെ സഹായത്തോട് നമ്മൾ നീരാവി കഴിക്കണം. ആ നീരാവി തേൻ ഇതിലേക്ക് വരും. ഇത് ഹൈ പ്രഷർ വാട്ടർ പമ്പായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നീരാവിയുടെ ഫുള്ളത് ഒരു ബബിൾസ് രൂപത്തിൽ അതിലേക്ക് നീരാവി കൂടി വരും. ആ ബബിൾസ് പൊട്ടിച്ചിട്ട് ആ നീരാവിയെ ഫുള്ള് സക്ക് ചെയ്ത് വലിച്ചെടുത്ത് തണുത്ത കടലിലൂടെ കടന്നു. നീരാവി തണുത്ത് കഴിഞ്ഞാലല്ലോ വെള്ളമായിട്ട് വരും. ഇനി അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുളിച്ച തേനാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ആൽക്കഹോൾ കണ്ടന്റഡ് വാട്ടറാണ് കിട്ടുക. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ചാരായം, അതാണ് നമ്മൾ കുടിക്കുക. ഇനി നല്ല ശുദ്ധമായ തേനാണ് നമ്മൾ ഒഴിച്ചു വെക്കുന്നതെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റിയ ശുദ്ധമായ വെള്ളം നമുക്കവിടെ കിട്ടും. ഇനി തേൻ ഇതിൽ തന്നെ അവശേഷിക്കും. തേനിനെ നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിക്കാൻ വേണ്ടി അടുത്ത കൂളിംഗ് ലെവലിലുള്ള സ്ഥലത്ത് വരും. അപ്പുറത്തെത്തുന്നുണ്ടാവും നമുക്ക് ശുദ്ധമായ കട്ടിയുള്ള എല്ലാ വേസ്റ്റ് കണ്ടൻസും റിമൂവ് ആയിട്ടുള്ള കുളിക്കാത്ത തരം തേനെ നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ഹണി ബീസിലേക്ക് ചെയ്യാം. ആദ്യം തന്നെ നമ്മളുടെ ഒരു ഹിസ്റ്ററിയാണ് നമ്മളിവിടെ ഈ നിങ്ങൾക്ക് പല പിക്ചേഴ്സിലായിട്ട് ഞങ്ങളുടെ മൈൽ സ്റ്റോൺസും അതേപോലെ ഞങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കാണിക്കുന്ന ചിത്രങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് 10-20 വർഷത്തോളമാകുന്നു. അതിലൊരു 13 വർഷത്തോളമായി തേൻ വിൽപ്പന ഞങ്ങൾ ആരംഭിച്ചത്. ആദ്യമൊക്കെ തേൻ വിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റി അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ക്വാളിറ്റി അനലൈസ് ചെയ്യുന്ന സംവിധാനം ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഇപ്പോഴത്തെ സാധാരണ ആളുകൾ പറയുന്ന പോലെ തന്നെ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തി കഴിഞ്ഞാൽ അത് താഴെ പോകുന്നുണ്ടെങ്കിൽ അത് തേനാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഈ തേനുകൾ വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ചാർജ് എടുക്കുകയും അദ്ദേഹം ഞങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ തരികയൊക്കെ ചെയ്തത്. അപ്പം അന്ന് തേനുകൾ ടെസ്റ്റിനുള്ള ഫേക്ക് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുകയും ഇവിടെയുള്ള കച്ചവടക്കാർക്കൊക്കെ തേൻ വിൽക്കാനുള്ള ഒരു പേടി വരികയും ചെയ്ത സമയത്താണ് നമ്മൾ തേനായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നത്. ആദ്യമായിട്ട് നമ്മൾ തേൻ വിറ്റത് ബ്രാൻഡൊന്നും ചെയ്യാത്ത രീതിയിലാണ്, സാധാരണ രീതിയിലാണ് നമ്മൾ തേൻ വിറ്റിരുന്നത്. പിന്നീട് ഇവിടെ സുഹാസ് IAS കളക്ടറായി ചാർജ് എടുത്ത സമയത്താണ് നമ്മൾ വയനാടൻ ഹണി എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്തത്. പിന്നീട് നമ്മൾ വയനാടൻ ഹണി മാത്രമല്ലാതെ മറ്റെല്ലാ തേനുകളും വിൽപ്പന തുടങ്ങിയ സമയത്ത് നമ്മൾ ബി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്ക് വന്നു. 2018 നമ്മൾ ബി ക്രാഫ്റ്റ് തേൻകട എന്ന് പറയുന്ന തേന് മാത്രമായിട്ടുള്ള ഷോപ്പുകൾ ഇടാൻ ആരംഭിച്ചു. ആദ്യത്തെ ഷോപ്പ് ഇട്ടത് നമ്മൾ വൈത്തിരി ബസ് സ്റ്റാൻഡിലാണ്. എന്നാലും 2018 പ്രളയം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആ പ്രളയത്തിൽ ഞങ്ങളുടെ ആ ബിൽഡിംഗ് ഫുള്ള് മണ്ണിന്റെ അടിയിലേക്ക് താഴ്ന്നു പോവുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് 38 ലക്ഷം രൂപയോളം സ്റ്റോക്ക് നമുക്ക് അതിലുണ്ടായിരുന്നു. അത് ഫുള്ള് നഷ്ടപ്പെട്ടു. കമ്പനി ഫുള്ള് ലോസിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്നിട്ടും ഞങ്ങൾ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് 100ാമത്തെ ദിവസം ഞങ്ങൾ അടുത്ത ഷോപ്പ് ഓപ്പൺ ചെയ്തു. സുമേഷ് IAS ആണ് ഇനാഗുറേറ്റ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ എറണാകുളത്ത് ഷോപ്പ് ഇട്ടു, കോഴിക്കോട് 2 ഇട്ടു, അതിനകത്ത് തന്നെ 5ഓളം കൗണ്ടറുകൾ ഓപ്പൺ ചെയ്തു, കണ്ണൂരിൽ ഓപ്പൺ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഷോപ്പുകളൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പുനർജനി അവാർഡ് കിട്ടി, ബ്രാൻഡ് കേരള അവാർഡ് കിട്ടി, എമർജിംഗ് കേരള അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തേടി വന്നു. പല പത്രങ്ങളും, ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള പത്രങ്ങൾ മുതൽ വലിയ ചാനൽസിൽ വരെ ഞങ്ങളുടെ ന്യൂസുകളും കാര്യങ്ങളും. 2019 ഞങ്ങൾ ഒരു യൂറോപ്പിൽ ട്രിപ്പ് പോകട്ടെ. അതിൽ ഫ്രാൻസിൽ ഒരു ചീസ് ഫാക്ടറി കാണാനില്ലായി. ആ ചീസ് ഫാക്ടറിയിൽ ഒരുപാട് തരത്തിലുള്ള ചീസുകൾ അവർ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അതേപോലെ അതിന്റെ പ്രോസസ്സിംഗ് പരിചയപ്പെടുത്തി തന്നു, അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അപ്പൊ അത് കണ്ട് തിരിച്ചു വന്നപ്പോൾ നമുക്കും ഒരു ആഗ്രഹം, നമ്മൾക്ക് തേനുകളുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള തേനുകളും മറ്റും. അപ്പൊ നമ്മളും ആദ്യം ഈ വീട്ടിന്റെ ഉള്ളിലായിരുന്നു നമ്മളുടെ പാക്കിങ്ങും പ്രോസസ്സിംഗും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് നമ്മൾക്ക് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വിപുലമായ രീതിയിലേക്ക് കൊണ്ടുവരും. ഇത് ഉദ്ഘാടനം ചെയ്തത് ബോബി ചമ്മന്നൂരാണ്. ഇനി നമ്മൾ തേനീച്ചകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അതിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് ആൽബർട്ടൈൻസിന്റെ കുറിച്ചാണ്. തേനീച്ചകൾ ഈ ഭൂലോകത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ 4 കൊല്ലം കൂടി നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം തേനീച്ചകളാണ് പരാഗണം നടത്തുന്നതിന്റെ 80% വാല്യൂ. തേനീച്ചകളുടെ ശരീരത്തിൽ 30 ലക്ഷം രോഗമാണ്. തേനീച്ചകൾക്ക് 5 കണ്ണാണ്, 2 ലെൻസിലായി 3 കോമ്പൗണ്ടായി. തേനീച്ചകൾ തേൻ നുകരാൻ വേണ്ടി പൂവിൽ പോയിരിക്കുന്ന സമയത്ത് അവരുടെ മേത്ത് ഫുള്ളായിട്ട് നമ്മൾ പൂവിന്റെ നടുവിൽ കാണുന്ന ആൺ പൂപ്പൊടി എന്ന് പറയുന്ന മഞ്ഞ കളറിലുള്ള പൂപ്പൊടി അത് അവരുടെ ശരീരത്തിൽ മൊത്തം പറ്റിപ്പിടിക്കുകയും അവരുടെ ആയുസ് എന്ന് പറയുന്നത് 122 ദിവസമാണ് ആവറേജ് ആയുസ്. ഈ 122 ദിവസത്തിനുള്ളിൽ ഒരു തേനീച്ച 70,000 പൂക്കൾ വരെ സഞ്ചരിക്കും. അങ്ങനെ ഒരു കൂട്ടിലെ ലക്ഷക്കണക്കിന് തേനീച്ചകളുണ്ടാകും. ഇവർക്ക് ഇങ്ങനെ പരാഗണം നടത്തുന്നത് കൊണ്ടാണ് കായ്കനികൾ ഉണ്ടാകുന്നത്, ചെടികൾ ഉണ്ടാകുന്നത്.
അപ്പൊ ഈ ഇല്ലാതായി കഴിഞ്ഞാൽ, തേനീച്ചകൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ 80% പരാഗണം നിൽക്കുകയും നമ്മുടെ ആവാസ വ്യവസ്ഥ തന്നെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നമ്മുടെ ഭക്ഷണം നമുക്ക് ലഭിക്കാതെ ഇവർക്ക് പ്രകൃതിയിലെല്ലാം പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടാകും. തേനീച്ചകള് ശരിക്കും നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ കൂടിൽ നിന്ന് ഒരു തരം തേൻ ഉപയോഗിക്കാറില്ല, ചെമ്പരത്തികളിൽ നിന്നൊക്കെ. അത് തന്നെയാണ് തേനീച്ച. പക്ഷെ അതിന് നെക്ടർ, തേനം എന്നല്ല വിളിക്കുക, നെക്ടർ എന്നാണ് വിളിക്കുക. 100% ഗാഢമേറിയ സുക്രോസ് കണ്ടന്റ് ആണ് ഈ നെക്ടർ എന്ന് പറയുന്ന സാധനം. അതും അവർ തേനൂറ്റിക്കുഴൽ വഴി വലിച്ചെടുത്തിട്ട് അവരുടെ വയറ്റ് അഥവാ സ്റ്റൊമക്കിൽ പോയിട്ട് അവരുടെ എൻസൈംസും അമിനോ ആസിഡ്സും ഒക്കെ ചേർന്നതിന് ശേഷമാണ് അത് തേനായിട്ട് മാറുന്നത്. അങ്ങനെ ഇവർ ഒരാൾ മാത്രമല്ല, അവർ എല്ലാവരും എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് കഴിച്ച തേൻ അവര് വയറ്റിൽ പോയിട്ട് സ്റ്റൊമക്കിൽ പോയിട്ട് എൻസൈംസും അമിനോ ആസിഡ്സും ഒക്കെ ചേർന്നതിന് ശേഷം അവര് ചുമരത്തിലൂടെ അടുത്ത തേനീച്ചയ്ക്ക് കൊടുക്കും. അവരുടെ വയറ്റിൽ പോയി സെയിം പ്രോസസ് ആകും. അങ്ങനെ 4-5 തേനീച്ചകൾ അവരുദ്ദേശിക്കുന്ന ക്വാളിറ്റിയിലുള്ള തേനാവുന്നത് വരെ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം അവർ ഈ അടയിലേക്ക് തേനാക്കുകയും ഈ അടയിലേക്ക് തേൻ ഒഴിക്കുന്ന സമയത്ത് അതിന് 70% വെള്ളത്തിന് അംശം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ പ്രോസസ്സിംഗ് മെഷീൻ ഉപയോഗിച്ച് നമ്മൾ 8 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ വലിയ മെഷീൻ ഉപയോഗിച്ച് 8 മണിക്കൂർ വർക്ക് ചെയ്താൽ നമുക്ക് 3% മുതൽ 6% വരെ വെള്ളമാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ സഹായിക്കുക. എന്നാൽ തേനീച്ചകൾ ഒരു സെക്കൻഡിൽ 250 മുതൽ 400 പ്രാവശ്യം വരെ ചിറകടിച്ച് ചൂട് കാറ്റുണ്ടാകും. അതാണ് തേനീച്ചക്കൂടിന്റെ അടുത്ത് പോയി നമുക്ക് എപ്പോഴും ഒരു ശബ്ദം ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഈ ചൂട് കാറ്റുണ്ടാക്കിയിട്ട് ഈ വെള്ളത്തിന്റെ അംശം 70% നിന്ന് 20% ആക്കിയിട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നതാണ് തേനീച്ചകൾ അത് മെഴുകി വെച്ച് അടച്ചിട്ട് സൂക്ഷിക്കുന്നത്. ഇനി ഒരു തേനീച്ചക്കൂട്ടിൽ 3 തരം തേനീച്ചകളാണ്. ആദ്യത്തെ ഒന്ന് വർക്കർ ബി, പെണ്ണീച്ച. തേനീച്ചക്കൂട്ടിൽ എല്ലാ ജോലിയും ചെയ്യുന്നത് പെണ്ണീച്ചയാണ്. തേനീച്ച കൂടുണ്ടാക്കുന്നത്, തേൻ ശേഖരിക്കുന്നത്, പൂമ്പൊടി ശേഖരിക്കുന്നത്, നമ്മളെ കുത്തുന്നത്, സെക്യൂരിറ്റി ഗാർഡ്, തോഴിമാരെ, വട്ടവർക്ക് ജോലീസ് എല്ലാം ചെയ്ത് പെണ്ണീച്ച. രണ്ടാമത്തെ ഈച്ചയുടെ പേരിന്റെ മണിയൻ ഈച്ച എന്നാണ്, ലേസി ബി. ആണീച്ച, ഡ്രോൺ ബി എന്ന് വിളിക്കും. വളരെ ഉയരങ്ങളിൽ പറക്കാൻ കഴിവുള്ള, ഈറ്റിങ്ങും വെയിറ്റിങ്ങും മാത്രം കൈവശമുള്ള തേനീച്ചയാണ് ഡ്രോൺ ബി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഈച്ചയാണ് ക്യൂൻ ബി, റാണീച്ച. റാണീച്ച ജനിക്കുമ്പോൾ സാധാരണ വർക്കർ ബി ആയിട്ട് പെണ്ണീച്ചയായിട്ടാണ് ജനിക്കുന്നത്. അങ്ങനെ എത്ര വലിയ കൂടാണെങ്കിലും അതൊരു ക്യൂബി ഉണ്ടാവുന്നു. അപ്പൊ ഈ ക്യൂബിയുടെ ആബ്സെന്റ് വന്നു കഴിഞ്ഞാൽ, ക്യൂബി ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വർക്കർ ബീസ് അടുത്ത ക്യൂബിനെ ക്രിയേറ്റ് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെണ്ണീച്ചകൾ ജനിച്ചു വരുന്ന സമയത്ത് ആദ്യത്തെ സിറ്റുവേഷൻ ലാർവ സിറ്റുവേഷൻ ആണ്, അഥവാ പുഴു രൂപത്തിലാണ്. ഈ പുഴു രൂപത്തിൽ എത്തുന്ന സമയത്ത് ഇതിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള 3-4 ലാർവാസിനെ ഇവരുടെ ക്യൂൻ സെല്ലിലേക്ക് മാറ്റും. ക്യൂൻ സെല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാണി സെല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് റോയൽ ജെല്ലി എന്ന് പറയുന്ന ഭക്ഷണമാണ്. ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത് തേനീച്ചകൾ ജനിക്കുന്ന സമയത്ത് അവരുടെ തൊണ്ടയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു തരം ജെല്ലാണ്. ഈ ജെല്ല് മാത്രം കഴിച്ചു വരുന്ന റാണിച്ചയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യം ജനിച്ചു വരുന്ന റാണിച്ചയും ഈച്ചയെ മാത്രമേ ഒരു റാണിയായിട്ട് അംഗീകരിക്കുള്ളൂ, ബാക്കിയുള്ള കൂടുകൾ അവരെ നശിപ്പിച്ച് കളയാണ് ചെയ്യുക. ഇങ്ങനെ ആദ്യം ജനിച്ചു വരുന്ന റാണിച്ച സാധാരണ പെണ്ണീച്ചകൾ ഡബിൾ സൈസ് ആയിരിക്കും, അതിസുന്ദരിയായിരിക്കും, ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും. സാധാരണ വർക്കർ ബീസിൽ പുകയിലൂടെ പോകുമ്പോൾ വരെ അൺകോൺഷ്യസ് ആകും, ക്യൂബി ടീമിലൂടെ വരെ പറന്നു പോകുന്നതാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ സാധാരണ വർക്കർ ബീസ് മുട്ടയിടില്ല. ഈ മുട്ടയിട്ട് ക്യൂബി ഇല്ലാത്ത സാഹചര്യങ്ങളിൽ മുട്ട ഇടാറുണ്ട്. അങ്ങനെ ഇട്ടാൽ തന്നെ 1-2 മുട്ടയാണ് ഒരു ദിവസം. അതിൽ തന്നെ ജനിക്കുന്നത് ശേഷിയില്ലാത്ത ആണീച്ചകളായിരിക്കും. എന്നാൽ ക്യൂബി ഒരു ദിവസം 1000-ന് മുകളിൽ മുട്ടകളുണ്ട്. അതിൽ നല്ല ശേഷിയുള്ള ആൺപെണ്ണും തേനീച്ചകൾ ജനിക്കും. ഇനി സാധാരണ വർക്കർ ബീസിന്റെ ആയുസ് നമ്മൾ നേരത്തെ പറഞ്ഞു 122 ദിവസമാകും. എന്നാൽ ക്യൂബിയുടെ ആയുസ് 5 വർഷം. ഇതൊക്കെ ലഭിക്കുന്നത് ആ റോയൽ ജെല്ലി എന്ന് പറയുന്ന ഫുഡ് കഴിക്കുന്നതിലുണ്ട്. ഇനി ക്യൂബി ജനിച്ച് 15 ദിവസം കഴിഞ്ഞാൽ മെച്ചൂർഡാകും. മെച്ചൂർഡായ ന്യൂഷ്യൽ ഫ്ലൈറ്റിന് തയ്യാറാണ്, വൈവാഹിക പറക്കലിന് തയ്യാറാണ്. ഇങ്ങനെ വളരെ ഉയരങ്ങളിലേക്ക് പറക്കും. പറക്കുന്ന സമയത്ത് ഇവരുടെ വായിൽ നിന്നൊരു ഹോർമോൺ ഉണ്ടായിരുന്നു. അതിന് സ്മെല്ല് കേട്ടിട്ട് തൊട്ടടുത്തുള്ള കോളനിയും ആ കോളനിയിലൊക്കെ ഉഷാറായിട്ടുള്ള ഡ്രോൺ ബീസ് അഥവാ ആണീച്ചകൾ എന്ത് ചെയ്യും, മുകളിലേക്ക് ഇതിന്റെ പുറകിൽ പറക്കും. ആർക്കാണോ ചേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് മേറ്റ് ചെയ്യാം. എന്നാൽ മേറ്റ് ചെയ്ത് അപ്പം തന്നെ ആണീച്ച ചത്ത് വീഴാണ് ചെയ്യുക. ആണീച്ചയുടെ നാഡീവ്യൂഹത്തിൽ നിന്നാണ് സ്പേം കളക്ട് ചെയ്യുക അഥവാ ബീജം കളക്ട് ചെയ്യുക. ഇങ്ങനെ ബോക്സോട് കൂടിയിട്ടാണ് ക്യൂബി ബീജം കളക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന സ്പേമിനെ 4 കൊല്ലം വരെ ജീവനോടെ സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾക്ക് വെറും സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രമേ സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഇപ്പോഴാണ് ക്യൂബി 4 കൊല്ലം വരെ ഇങ്ങനെ സൂക്ഷിക്കുന്നത്. ഇങ്ങനെ 4 ദിവസമാണ് ക്യൂബി പുറത്തു പോവുക. 4 ദിവസത്തിനുള്ളിൽ 12ഓളം മീറ്റിംഗ് നടത്തും. ഈ 12ഓളം മീറ്റിംഗിൽ കിട്ടുന്ന സ്പേം ഫുള്ള് വയറ്റിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കൂട്ടിൽ വന്നാൽ പിന്നെ കൂട് കൂട്ടി തേനീച്ച പോവുകയും ക്യൂബി പുറത്തെവിടെയും പോകുന്നു. ഇതിന്റെ കൂടിന് വേണ്ട സ്ട്രെങ്ത്തും കൂടിന്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് ഇങ്ങനെ മുട്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മളിവിടേക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് പലതരത്തിലുള്ള തേനീച്ച കൂടുകളാണ്. ഇത് കേരളത്തിലെ തേനീച്ച കൂടുകളാണ്. ഇതിന് ISI പെട്ടി, ഇതിന് ന്യൂട്ടൺ പെട്ടി എന്നൊക്കെയാണ് പറയാം.
ഇതില് കുറച്ച് പാർട്സുകൾ ഞാൻ പറഞ്ഞു. ഇതിന് അടിപ്പലക എന്ന് പറയും. ഇതിന് ബ്രൂഡ് ചാമ്പർ പറയും. ഇതിനാണ് തേനീച്ച വളരുകയും തേനീച്ച മുട്ടയിടുകയും ഒക്കെ ചെയ്യുന്നത്, ഭക്ഷണം ശേഖരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ തേനാവുന്ന സമയത്ത് നമ്മുടെ കർഷകർ സൂപ്പർ എന്ന് പറയുന്ന ഈ ഒരു പീസ് കൂടി എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൊക്കെ സെയിം അടയാണ്, ഫ്രെയിമാണ്, ഇതേപോലത്തെ ഫ്രെയിമുകളാണ് ഇതിലൊക്കെ ഉണ്ടാകും. ഇതിലാണ് തേനീച്ച കൂട് കൂട്ടിയിട്ട് മുട്ടയിടുന്നതും പൊടി ശേഖരിക്കുന്നതും തേൻ ശേഖരിക്കുന്നതും ഒക്കെ. അപ്പം ഈ സൂപ്പർ എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ ജനുവരി മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള സമയത്താണ് വെച്ചു കൊടുക്കുക. ഇതിൽ തേൻ നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സൂപ്പർ വെച്ചു. അതാണ് ഈ ഒരു കൃഷി രീതിയുടെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണുന്നത് ഇന്ത്യയിൽ കാണപ്പെടുന്ന 5 തരത്തിലുള്ള തേനീച്ചകളെ കുറിച്ചുള്ള വിവരണമാണ്. അതിൽ ആദ്യത്തെ എപ്പിസറാന ഇൻഡിക്ക, കരിമീഡിയം യൂഡിയ എന്ന് പറയുന്ന തേനീച്ചയുടെ ചിത്രമാണുള്ളത്. അതിന്റെ മൾട്ടി ലെയർഡ് ബിഹേവിയർ, ഒരുപാട് ചെറിയ അടകൾ കൂടിയ രൂപത്തിലായിരിക്കും തേനീച്ചക്കൂട് ഉണ്ടാവുക. നമുക്ക് 13 കിലോ വരെ തേൻ അതിൽ നിന്ന് കിട്ടും. ഇന്ത്യയുടെ ചുറ്റുപാടുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഈ തേനീച്ചകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഹണിബി എന്നാണ് ഇതിനെ അറിയപ്പെടുക. ഇത് വളരെ അഗ്രസീവ് ഒന്നുമല്ല, നമുക്ക് വളർത്താൻ പറ്റുന്ന തേനീച്ചയാണ്. ഇനി രണ്ടാമത്തെ എപ്പിസ് മെല്ലിഫറ. ലോകത്തിൽ ലോകത്തുള്ള തേനീച്ചകളല്ല, കേരളത്തിൽ ഈ തേനീച്ചകളെ കാണപ്പെടാറില്ല, തേനീച്ചകളെ വളർത്താറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ബീറ്റർ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്, അത് ഇതിന്റെ ഭക്ഷണമാണ്. അതേപോലെ തന്നെ ഇത് വളരെ വലിയ പറക്കുള്ളൂ, അതുകൊണ്ടാണ് ആ പക്ഷി ഇതിനെ ഭക്ഷണമാക്കുന്നത്. പോരാത്തതിന് നമ്മുടെ ഇവിടുത്തെ കടുത്ത മഴ ഇതിന് താങ്ങാൻ കഴിയില്ല, കാരണം ഇത് പുറത്തു പോകുന്നു, വളരെ മെല്ലെ സഞ്ചരിക്കുന്ന കാരണത്തിന് മഴത്തുള്ളികൾ വീട്ടിൽ ചത്തുകൊള്ളതാണ്. പക്ഷെ 50 കിലോ തേൻ കിട്ടും. ഇതിന് ഇറ്റാലിയൻ ബി, യൂറോപ്യൻ ബി എന്നൊക്കെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ തുളസി, മല്ലി, ഇച്ചി, കടുക് എന്നൊക്കെ പറയുന്ന തേനുകളൊക്കെ എപ്പിസ് മെല്ലിഫറയുടെ തേനാണ്. ഇനി അതിന്റെ തൊട്ട് താഴെ കാണുന്ന ടെട്രാഗോ എഡിഫെനിസ് എന്ന് പറയുന്ന തേനീച്ചയാണ്, അഥവാ ചെറുതേനീച്ച. ഒരു കൊല്ലം കൊണ്ട് ഒരു സൊസൈറ്റി നമുക്ക് 150 ഗ്രാം മുതൽ 250 ഗ്രാം വരെ തേൻ കിട്ടുക. വളരെ നല്ല തരം തേനുകളാണ് ഇവർ സൃഷ്ടിക്കുക. വളരെ ചെറിയ ഈച്ചയാണ്, സ്റ്റിംഗ്ലെസ് ബി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്, ഹംബിൾ ബി, ഡാമർ ബി, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ 3 നമുക്ക് ഫാം ചെയ്യാൻ പറ്റും. ഈ മുകളിൽ കാണുന്ന 3 ഇതിന്റെ താഴെ കാണുന്ന 2 വൈൽഡാണ്. എപ്പിസ് ഡോർസാറ്റ എന്ന് പറഞ്ഞ പെരുന്തേനീച്ച ഒരു 10 റൂമിന്റെ വലിപ്പം വരെയൊക്കെ വെക്കും, അടയുടെ വലിപ്പം. ലക്ഷക്കണക്കിന് തേനീച്ചകൾ ഉണ്ടാകും. 100 കിലോ വരെ തേനുണ്ട്. പക്ഷെ 3 തേനീച്ചകളുടെ മരണം വരെ സംഭവിപ്പിക്കും. അത്ര ഡേഞ്ചറസ് ആണ് എപ്പിസ് ഡോർസാറ്റ. പിന്നെ എപ്പിസ് ഫ്ലോറിയ, കോൽത്തേനീച്ച. കോലിന്റെ മുകളിൽ ഉണ്ട ഷേപ്പിലാണ് കോൽത്തേനീച്ച കാണപ്പെടുക. അവർ യാത്രക്കാരാണ്, കൂട്ടം കൂടി ആക്രമിക്കാനും സാധ്യതയുണ്ട്. കാണുന്നത് ഇത് തേനീച്ചയുടെ മെഴുകാണ്. അല്ലെങ്കിൽ നമ്മൾ അതിന് ഫിൽറ്റർ ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന മെഴുക് നമ്മുടെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉപയോഗിച്ച മെഴുകയുണ്ട്. ഈ കാണുന്നതൊക്കെ മെഴുകാണ്. ഇത് ഫിൽറ്റർ ചെയ്യുന്നതോടും നമുക്ക് ഇങ്ങനെ വെളുത്ത് കളറിലായി കിട്ടും. ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ആശാരിമാരെ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മെഴുകുണ്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. നാച്ചുറൽ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. എവിടെ പെട്രോളിയം ജെല്ലിനെ റീപ്ലേസ് ചെയ്യണോ അവിടെയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല കാര്യങ്ങൾക്കും ബീവാക്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ തേനുകൾ നിങ്ങൾക്ക് പല നിറത്തിൽ കാണാൻ പറ്റുന്നത്. തേൻ എത്ര ലൈറ്റ് കളർ തേൻ നമ്മൾ വെച്ചുകൊണ്ടിരുന്നാലും ഡാർക്ക് കളറായിരിക്കും. അതേപോലെ തന്നെ ചില സ്പീഷീസ് കിട്ടുന്ന തേനീച്ചകളുടെ തേൻ എപ്പോഴും ഡാർക്കിൻ കളറായിരിക്കും. അതേപോലെ ഒരു അടയിൽ നിന്ന് 1 കൂടുതൽ പ്രാവശ്യം നമ്മൾ തേൻ കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ തേൻ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ലൈറ്റ് കളർ തേനും, രണ്ടാമത് റെഡിഷ് കളർ, മൂന്നാമത് ബ്ലാക്ക് കളറൊക്കെ ആയിട്ട്. ഇനി നമുക്ക് പറയാനുള്ളത് തേനിന് യാതൊരുവിധ എക്സ്പയറി ഇല്ല. തേൻ 1000 കൊല്ലം വെച്ചാലും 2000 കൊല്ലം വെച്ചാലും തേൻ്റെതായ സ്വഭാവം കൊണ്ട് യാതൊരുവിധ എക്സ്പയറിയും ഇല്ല. തേൻ എപ്പോഴാണ് എക്സ്പയർ ആവുക? തേൻ ആകെ എക്സ്പയർ ആവുന്നത് തേനിന്റെ നമ്മൾ പുളിപ്പുള്ള എന്തെങ്കിലും വസ്തുക്കൾ, നമ്മൾ എടുക്കുന്ന സ്പൂണിൽ പുളിപ്പോ നമ്മുടെ കയ്യിലെ വേർപ്പോ, അതേപോലെ തന്നെ തേനിന്റെ എന്തെങ്കിലും ഈച്ചയുടെ അവശിഷ്ടങ്ങളോ, വെള്ളത്തിന് അംശം 20% മുകളിലൊക്കെ തേൻ കണ്ണു കുടിക്കുന്നവരെ കുളിക്കും. ഫെർമെന്റേഷൻ ആണ്. ഇതിപ്പോ 4 കൊല്ലമായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന തേനാണ്. ഇനി ഈ താഴെ കാണുന്ന ഭാഗം മാത്രമേ ഉള്ളൂ തേൻ. ഇതിന് മുകളിലേക്കൊക്കെ നമുക്ക് പൊടിച്ചു കൊണ്ടതായിട്ട് കാണാൻ പറ്റും. ഇത് ഫെർമെന്റേഷൻ വന്നാണ്. ശരിക്കും ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പൊട്ടിത്തെറിക്കണം. നമ്മൾ ഇടയ്ക്ക് ഇതിന്റെ മൂടി തുറന്ന് ഗ്യാസ് ഒഴിവാക്കുന്നതിനെ കൊണ്ടാണ് ഇത് പൊട്ടിത്തെറിക്കാതെ നിൽക്കുന്നത്. നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന തേനിൽ നമ്മൾ പുളിപ്പുകൾ കാണപ്പെടാം. അങ്ങനെ പുളിപ്പുള്ള തേൻ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇനി തേനിന്റെ രണ്ടാമത്തെ അവസ്ഥയാണ് ക്രിസ്റ്റലൈസേഷൻ. തേൻ കട്ട പിടിക്കാൻ. തേന്റെ സ്വാഭാവിക അവസ്ഥയാണ് തേൻ കട്ട പിടിക്കാനുള്ളത്. തേനിന്റെ ഫ്രക്ടോസ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഗ്ലൂക്കോസുകളുടെ അളവുകളിൽ വരുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ഇവരുടെ റേഷ്യോസിൽ ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ തേൻ കട്ട പിടിക്കും. അങ്ങനെ തേൻ കട്ട പിടിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അതിന് വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസിന്റെ താഴെ. നമ്മുടെ ഫ്രിഡ്ജിലോ AC-യിലോ പിന്നെ വയനാട്ടിലേക്ക് ഇന്നത്തെ കാലാവസ്ഥ തന്നെ 21 ഡിഗ്രിയാണ് തണുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ തേനെന്താ കട്ട പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി തേൻ കട്ട പിടിച്ചു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുക, അല്ലെങ്കിൽ വെയിലത്ത് ഇറക്കി വെക്കുക. അപ്പൊ തേൻ എന്തായാലും
ലിക്വിഡാകാൻ രൂപത്തിൽ. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ രൂപത്തിൽ തന്നെ കഴിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പമില്ല. ഇനി നമുക്ക് പരിചയപ്പെടുന്നത് കാൾ വോൺ ഫിഷ് 1973 നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ്. ഇദ്ദേഹമാണ് തേനീച്ചക്കൂട്ടിലെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമുക്ക് ഡീകോഡ് ചെയ്ത് തന്നത്. തേനീച്ചകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഡാൻസിന്റെ രൂപത്തിലാണ്. 11 തരത്തിലുള്ള ഡാൻസുകൾ വെച്ചിട്ടാണ് തേനീച്ചകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാൻസ് ആണ് ഡാൻസ് ഓഫ് 8. 8ന്റെ ആകൃതിയിലുള്ള ഈ ഡാൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ തേനീച്ചനെ കാണുന്നുണ്ട്. ഈ തേനീച്ച ടെസ്റ്റർ ഈച്ച എന്നാണ് പറയാം. ഈ ഈച്ച ആദ്യം പോയിട്ട് തോന്നി തേൻ മുതല് ഇതിന് തേൻ മുതിർന്നു കഴിഞ്ഞിട്ട് അതിന്റെ ശരീരത്തിനത് ഹാർംഫുൾ അല്ല, ടോക്സിക് അല്ല, യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അതിലില്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രം അതിന്റെ കൂട്ടിലെ മറ്റുള്ള തേനീച്ചകളുടെ കഥ പറയും. അപ്പൊ ആ കഥ പറയുന്ന രീതിയാണ് ഇത് സൂര്യൻ എവിടെയുള്ളതോ പൂ എവിടെയുള്ളതോ, സൂര്യനിൽ നിന്ന് ഏത് ഭാഗത്തേക്കാണോ ചെരിഞ്ഞ് പൂവിലേക്ക് പോകേണ്ടത്, വലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞാലാണ് പൂവുള്ളതെങ്കിൽ വലത്തെ ഭാഗത്തേക്ക്, ഇടത്തെ ഭാഗത്തേക്കാണ് ചെരിഞ്ഞ പൂവുള്ളതെങ്കിൽ ഇടത്തെ ഭാഗത്തേക്കും ചെരിഞ്ഞ് നിന്നിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. ഇനി എത്ര ചെരിഞ്ഞാലാണോ പൂവിലെടുത്ത് അത്രയും ചെരിഞ്ഞ് നിന്നിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വേവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വേവിന് 110 മീറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. എത്ര വേവ് ഉണ്ടാകുന്നോ അത്രയും ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ്. തേനീച്ചകൾ 5 കിലോമീറ്റർ വരെ പോയിട്ട് തേനെടുക്കും. അപ്പോൾ ഈ ഒരു വേവ് എന്ന് പറയുന്നത് 110 മീറ്റർ. നമ്മൾ എത്ര 110 മീറ്ററിന്റെ വേവ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ കൂട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. എത്ര സ്പീഡിൽ കൂട് വൈബ്രേറ്റ് ചെയ്യുന്നു അത്രയും പൂക്കളുണ്ട്, അത്രയും തേനുണ്ട്, അത്രയും തേനീച്ചകൾ പോകണമെന്നാണ്. കുറച്ച് വൈബ്രേറ്റ് ചെയ്യുന്നെങ്കിൽ കുറച്ച് പൂക്കളുണ്ട്, കുറച്ച് തേനുണ്ട്, കുറച്ച് തേനീച്ചകൾ പോയാൽ മതി. അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള തേനീച്ചകൾ ആ തേനെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ തേനീച്ച പോവില്ല. ഇതിന്റെ ജോലി ഇവിടെ വെച്ച് അവസാനിച്ചു. എന്നാൽ മറ്റു തേനീച്ചകൾ ഇനി 5 കിലോമീറ്റർ അപ്പുറത്താണെങ്കിലും കൃത്യമായി ആ പൂക്കളിൽ നിന്ന് തേനെടുക്കും എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. ഇനി 110 മീറ്റർ ആണ് ആ വേവിന് എങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ 110 മീറ്ററിനുള്ളിലാണ് പൂക്കൾ തേനുള്ളത് എങ്കിൽ റൗണ്ട് ഡാൻസ് ആണ് കളിക്കുന്നത്. ഈ പോകുന്ന വഴിക്ക് ശത്രുക്കളുണ്ടെങ്കിൽ ഇതേ നോക്കി മറ്റൊരു രീതിയിൽ ഇത് കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് തേനീച്ചയുടെ കുറച്ച് വികൃതികളും അതേപോലെ തേനീച്ചകൾ കൂട്ടി കാണിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് തേനീച്ചയുടെ പ്രൊഡക്റ്റും അതേപോലെ തന്നെ ബീ കീപ്പേഴ്സ് ഉപയോഗിക്കുന്ന 2 എക്യുപ്മെന്റ്സ് പരിചയപ്പെടും. ഇതൊരു എക്സ്ട്രാക്റ്റാണ്. തേനീച്ചയുടെ അട നമ്മുടെ നാട്ടിൽ അവിടെ ഫ്രെയിം കണ്ടല്ലോ, ആ ഫ്രെയിമിൽ അട കെട്ടിയിട്ട് അതിൽ തേൻ ശേഖരിച്ചു കൊടുക്കുകയാണ് തേനീച്ചകൾ ചെയ്യുക. ആ അട കേടുവരാത്ത രീതിയിൽ തേൻ പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണിത്. ഇതിലേക്ക് ഇത് സെൻട്രിഫ്യൂജ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ആ അടകൾ ഇറക്കി വെച്ചിട്ട് ഇത് കറക്കുന്ന സമയത്ത് 2 ദിശയിലേക്ക് കറക്കാം. ഈ 2 ദിശയിലേക്ക് കറക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് തേൻ തെറിച്ച് വീഴുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ തേൻ അടയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ പ്രാചീന കാലത്ത് തേനീച്ചകളെ വളർത്തിയിരുന്നു എന്നുള്ളത്, അതേപോലെ തേൻ പ്രോസസ് ചെയ്തിരുന്നു എന്നുള്ളത് കാണിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ്. അതേപോലെ ഇത് സ്മോക്കറാണ്. തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനീച്ചകളെ മാറ്റി നിർത്താൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തേനെടുക്കാൻ പറ്റുള്ളൂ. അത് മാറ്റി നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പുകയിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമാണ്. ഇതിൽ പുകയിടാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പുകയിട്ടതിന് ശേഷം ഇത് പ്രസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ പുക വരികയാണ് ചെയ്യുക. അതേപോലെ തന്നെ തേനീച്ച നമ്മളെ കുട്ടികളുടെ നമുക്ക് കാണാനുള്ള കണ്ണാടി കൂടി ഇതിന്റെ പുറകിലുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തേനീച്ചകളുടെ 6 ഉൽപ്പന്നങ്ങളാണ്. തേനീച്ചക്കൂട് എന്ന് പറയുന്നത് തെങ്ങ് പോലെ എന്ത് കിട്ടിയാലും ലാഭമാണ്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഹണി. തേൻ 80% ഗ്ലൂക്കോസിനെ കണ്ടുള്ള ബ്ലൂ പൗഡർ ലിക്വിഡ് ഗോൾഡ് അറിയപ്പെടുന്ന സാധനത്തിലാണ്. പിന്നെ ബ്ലൂ പൗഡർ പൂമ്പൊടി നമ്മുടെ നാട്ടിൽ അവർക്ക് പരിചയപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ പരാഗണം നടത്തുന്ന സമയത്ത് അവരുടെ മേത്ത് പറ്റിപ്പിടിക്കുന്ന പൂമ്പടികൾ പരാഗണം കഴിഞ്ഞ് ബാക്കി വരുന്ന പൂമ്പടികൾ അവർ കൈകൊണ്ട് വഴറ്റി വെച്ചിട്ട് ഒരു ഉലുവ പോലെ തേനുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉലുവ പോലത്തെ രൂപത്തിലാക്കി അവരുടെ കാലിൻ്റെ ബാക്കിൽ കീപ്പ് ചെയ്യും. അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ തേനീച്ച കർഷകർ അവരുടെ തേനീച്ചക്കൂടിൻ്റെ മുന്നിൽ ഇതേപോലത്തെ ട്രാപ്പ് കൊടുക്കും. ഇത് പോളൻ ട്രാപ്പ് എന്നാണ് പറയുന്നത്. ഇത് തേനീച്ച കയറുന്ന വീട്ടിലേക്ക് കയറുന്ന അവിടെയാണ് ഈ പോളൻ ട്രാപ്പ് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലൂടെ തേനീച്ച കയറി പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, തേനീച്ചയ്ക്ക് പോകാൻ പറ്റും. തേനീച്ചയുടെ കാലിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൂമ്പൊടി ഇവിടെ കട്ടിയിട്ട് നമ്മൾ താഴെ വെച്ച് ബോളിലേക്ക് വീഴുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് കളക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞത് ജിമ്മിൽ പോകുന്നവർക്ക്, സെക്ഷനിൽ വീക്കുള്ളവർക്ക്, സ്പോർട്സ്മാൻമാർക്ക്, ഡയറ്റിംഗ് പ്ലാനുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ കോളം എന്ന് സാധിക്കും. പിന്നെ റോയൽ ജെല്ലി തേനീച്ചക്കൂട്ടിൽ ഏറ്റവും വില കൂടിയ വസ്തുവാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. 20 ഗ്രാമിൽ 4000 രൂപ അതിന് മുകളിലേക്ക് 7000 രൂപ വരെ 20 ഗ്രാമിൽ വലിയുള്ള സാധനമാണ്. ഇത് ആന്റി ഏജിങ് കണ്ടന്റാണ്. ഇത് കഴിച്ചാൽ തൊലി ചുരുങ്ങില്ല, മുടി തരത്തില്ല, ഇന്റേണൽ ഓർഗൻസിന് ഭയങ്കര കപ്പാസിറ്റി ആയിരിക്കും, സെക്ഷൽ ആയിട്ട് സൂപ്പറായിരിക്കും.
റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. പൗഡർ രൂപത്തിലും ജെല്ലി രൂപത്തിലും ക്യാപ്സൂൾ രൂപത്തിലൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ബീവാക്സ് തേനീച്ചൻ്റെ മെഴുകി കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാക്കാം, ശില്പങ്ങൾ ഉണ്ടാക്കാം, മെഴുകുതിരി ഉണ്ടാക്കാം, സോപ്പ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും. ഈ പ്രപ്പോളിഷ് തേനീച്ചൻ്റെ വായുടെ ഉള്ളിലും മരത്തിൻ്റെ കടയിലും ചേർന്നാണ് പ്രപ്പോളിഷ് എന്ന് പറയുന്നത്. അത് നമുക്ക് അവരുപയോഗിക്കുന്ന ഒരു പശയായിട്ടാണ് കൂട് അവിടെ തങ്ങി നിർത്താൻ വേണ്ടിയിട്ട് മോട്ടകൾ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആൻറ്റി ഇൻഫ്ലാമേറ്ററി ആണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ബാക്ടീരിയ എത്ര ഉറങ്ങാത്ത മുറിവുണ്ടെങ്കിൽ വളർത്താൻ പ്രപ്പോളിഷ് ഉപയോഗിക്കും. ഈ ബീഗൻ തേനീച്ച ഒരുവട്ടമൊക്കെ കുത്തുന്നത് നല്ലതാണ്. വാദം കിട്ടുന്ന പോലത്തെ രോഗങ്ങളുണ്ട്. തേനീച്ചകളെ കൊണ്ട് കുത്തിക്കുന്ന ചികിത്സയുണ്ട്. അതിന് എപ്പിതെറാപ്പി എന്നാണ് പറയുക. തേനീച്ചകൾ ഒരുമിച്ച് കുത്തിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും. ഹൈ ബ്ലഡ് പ്രഷർ വന്നിട്ടാണ് മരണം സംഭവിക്കുക. ഈ തേനീച്ചകൾ സ്ഥിരമായിട്ട് കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആൻറ്റി വെനം ഉൽപ്പാദിപ്പിക്കും. അപ്പം വിഷത്തിനെതിരെയുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഇതൊക്കെയാണ് തേനീച്ചക്കൂട്ട് കൊടുക്കുന്ന ഉൽപ്പന്നം. ഇത് പിന്നെ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ എത്യോപ്യയിലൊക്കെ റാണിച്ച ദേവതയായിട്ടാണ് കാണുന്നത്. അതിന്റെ ചിത്രീകരണമാണ്. ഇതൊക്കെയാണ് ഹണി മ്യൂസിയത്തിലെ ചെറിയ വിശേഷങ്ങൾ. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.